സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻസിനെ പറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഡക്ഷൻ റിയാക്ഷനെ പറ്റി പഠിച്ചു, രണ്ട് റിഡക്ഷനെ പറ്റി പഠിച്ചു, HBZ റിയാക്ഷൻ ഒക്കെ പഠിച്ചു. ഇനി ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ പഠിക്കാനുള്ള സമയമാണ്. നോക്കുക, ഇങ്ങോട്ടൊക്കെ നോക്കുക. RX എന്താണെന്ന് ഫസ്റ്റ് വീഡിയോ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും RX എന്താണ്. അപ്പോൾ നോക്കുക, ഈ RXന്റെ അകത്തേക്ക് NaI ചേർത്ത് കൊടുത്താൽ നമുക്ക് കിട്ടും, റിയാക്ഷൻ നടക്കും. അപ്പോൾ നോക്കുക കേട്ടോ, ഈ റിയാക്ഷന്റെ പേര് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ എന്നാണ്. ഈ രണ്ടെണ്ണത്തിന്റെ ഹാലജൻസ് ഏതൊക്കെയാ? ഒന്ന്, എക്സ് എന്നുള്ളത് ഹാലജൻ ആണ്. ഐ എന്ന് പറഞ്ഞാലും തന്നെയാണ് ഹാലജൻ ആണ്. ഇത് രണ്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു റിയാക്ഷൻ പറഞ്ഞ പേരാണ് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. അതിൽ ഫസ്റ്റത്തെയാണ് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ കേട്ടോ. അപ്പൊ ഫിംഗൽസ്റ്റൈൻ ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. നമ്മൾ NaIയും ഡ്രൈ അസറ്റോണും ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ഫിംഗൽസ്റ്റൈൻ. എവിടെ NaI ഡ്രൈ അസറ്റോൺ ഉണ്ടാ ഉറപ്പിച്ചോ, വേറെ എന്തൊക്കെ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. ഇതാണ് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ ആണ്. അപ്പൊ നോക്കുക, ഈ വട്ടിട്ട് വെച്ചാൽ രണ്ടാൾക്കാർ എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്തു. ഇവിടെ നോക്കുക, ഇവിടെ ആറിന്റെ കൂടെ എക്സ് ആയിരുന്നു, ഇവിടെ ആറിന്റെ കൂടെ ആരാണ് വന്നാണ്? ഐ ആണ്. ഇവിടെ എന്നയുടെ കൂടെ ഐ ആയിരുന്നു, ഇവിടെ ഇപ്പൊ എന്നയുടെ കൂടെ ആരാണ് വന്നാണ്? എക്സ് ആണ് വന്നാണ്. അപ്പൊ ഇതിന് പറഞ്ഞ പേരാണത് ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻ. ഇതിന്റെ ഫസ്റ്റ് റിയാക്ഷൻ ആണെന്ത്? ഫിംഗൽസ്റ്റൈൻ. മറക്കരുത്, NaIയും ട്രൈ അസറ്റോണും കണ്ടാൽ ഉറപ്പിച്ചോ എന്താണ്? ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ ആണ് കേട്ടോ. അപ്പൊ ബാക്കി അങ്ങ് എക്സ്ചേഞ്ച് ചെയ്ത് എഴുതിക്കൂടാ.